ആയത്തുൽ കുർസി വല്ലാത്തൊരു അത്ഭുതമാണല്ലേ. എല്ലാ ദിവസവും അസുർ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 തവണ ആയത്തുൽ കുർസി ഓതി നോക്കിക്കേ, നമ്മുടെ ജീവിതം മാറി മറിയും. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വേണ്ടത് എന്തെല്ലാമാണോ അതൊക്കെ ലഭിക്കും. 10 ആയത്തുൽ കുർസി അസുർ കഴിഞ്ഞിട്ട് ഓതിയാൽ, ഇന്നിപ്പോൾ റജബിലെ വെള്ളിയാഴ്ചയാണ്, ഈ വെള്ളിയാഴ്ച അങ്ങ് തുടങ്ങിക്കും. തുടങ്ങാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിലൊന്നല്ലേ, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമല്ലേ വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് അസുർ കഴിഞ്ഞങ്ങ് തുടങ്ങിക്കോ. എല്ലാ ദിവസവും അസുർ കഴിഞ്ഞിട്ട് എങ്ങനെ ഓതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 10 തവണ നമ്മൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ 10 വമ്പൻ ഫലങ്ങൾ, ജീവിതം നമ്മളറിയാതെ മാറി മറിയുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആയത്തുൽ കുർസി ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അല്ലേ. അള്ളാഹുവിനെക്കുറിച്ച് മാത്രമാണ് അതിൽ ചർച്ച. അള്ളയല്ലാതെ ഒന്നുമില്ല, അള്ളാഹിൻ്റെ മദ്ഹാണ് അവിടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ, അവൻ്റെ ഗാംഭീര്യത്തെ ഇതൊക്കെ മനോഹരമായി വിശദീകരിക്കുന്ന ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിയെ മഹബത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഓതേണ്ടത്, അള്ളാഹുവിന് വേണ്ടി കൃത്യമായിട്ട് അസുർ നിസ്കാരം കഴിഞ്ഞൊരു 10 ഓതാൻ പറ്റുമോ, നമ്മുടെ ജീവിതത്തിലെ ആകില്ല പ്രശ്നങ്ങളോടെ തീരും. ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണുള്ളത്, ദുന്യവിയായ പ്രശ്നമാകട്ടെ ഉഖ്റവിയായ ബുദ്ധിമുട്ടാകട്ടെ, എല്ലാം മാറി ലൈഫ് അടിപൊളിയാവും ഇൻഷാ അള്ളാഹ്. എങ്ങനെ ഓതണം? അസുർ നിസ്കാരം കഴിഞ്ഞിട്ട് പുരുഷന്മാരാണെങ്കിൽ ഇമാം ദുആക്കായിരുന്നു കഴിയുമ്പോൾ, നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ ദുആയിന് ശേഷം ഖിബിലക്ക് അഭിമുഖമായിരുന്ന അങ്ങനെ തന്നെ ഒരു 10 ആയത്തുൽ കുർസി. സഹോദരിമാരാണെങ്കിൽ വീട്ടിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തം അങ്ങനെ തന്നെ ഇരുന്നിട്ട് ദുആക്കെ കഴിഞ്ഞിട്ട്, നിസ്കാരത്തിന് ശേഷം ചൊല്ലാനുള്ള ദിക്റുകളും ദുആക്കെ കഴിഞ്ഞിട്ട് ആ ഇരുത്തത്തിൽ ഖിബിലക്ക് അഭിമുഖമായിരുന്ന് അള്ളാഹുവിന് വേണ്ടി, വേറൊന്നും വേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ഓതിക്കോ, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളും. അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹിനെ മഹബത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ആവശ്യം തേടുന്നവനായി മനസ്സറിഞ്ഞുകൊണ്ട് 10 ആയത്തുൽ കുർസി ഓതുക. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുക? നമുക്കൊന്ന് പരിചയപ്പെടാം. അള്ളാഹുവിൻ്റെ അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കാൻ ദുനിയാവും ആഖിറവും ലഭിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തേത് തൗബത്തുൻ ഖബ്ലൽ മമാത്ത്. മരിക്കണതിന് മുമ്പ് തൗബ ചെയ്യാൻ അവസരം കിട്ടും എന്ന് പറഞ്ഞാൽ, പലരും തൗബ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ റമദാൻ വരട്ടെ, റമദാൻ വരെ ജീവിച്ചിരിക്കുന്നുള്ള ഉറപ്പുണ്ടോ? തൗഫീഖ് ഇല്ലാത്തവനെ തൗബ ചൊല്ലി മരിക്കാൻ കഴിയില്ല. തൗഫീഖുള്ളൊരു മനുഷ്യനാണ് തൗബയും ചൊല്ലി പിന്നെ ഒരു തെറ്റും ചെയ്യാതെ നല്ല ഉമ്മാടെ വയറ്റിൽ നിന്ന് പിറന്നു വീണൊരു കുഞ്ഞിനെ പോലെ സുഖമായിട്ടങ്ങ് മരിക്കും. മനസ്സിലായോ? അങ്ങനെ മരിക്കാൻ ഡെയിലി അസ്റിന് ശേഷം 10 ആയത്തുൽ കുർസി ഓതുന്നവർക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കും. രണ്ടാമത്തേത് ബറക്കത്തും ഫിർ റിസ്ഖ്. ഭക്ഷണത്തിൽ വിശാലത, റിസ്ഖിൽ വിശാലത. കോടീശ്വരനാകുമെന്നും പറയുന്നില്ല, ചിലപ്പോൾ അങ്ങനെ ആയേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതല്ല വിഷയം. ഇവിടെ ബറക്കത്താണ്, സമാധാനം കിട്ടും. നമുക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ടി വരില്ല. ജീവിതത്തിലെ സന്തോഷം, സമാധാനം എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങ് തരും. മൂന്നാമത്തേത് സലാമത്തും ഫി ബദനി. അല്ലേ, നമ്മുടെ ശരീരത്തിന് അല്ലാഹു ആരോഗ്യം തരും എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം ചെയ്യാൻ മറ്റൊരുത്തൻ്റെ കാല് പിടിക്കേണ്ടി വരില്ല. ചിലപ്പോൾ രോഗമൊക്കെ വരും, പക്ഷേ തളർന്ന് കിടന്നു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അർദ്ദലുൽ ഉംർ എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ട്. നമുക്ക് കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു കാക്കും. ഡെയിലി 10 ആയത്തുൽ കുർസി അസുറിന് ശേഷം നോതി നോക്ക്, അള്ളാഹു അതിന് തൗഫീക്ക് തരും. നമുക്ക് വേണ്ടത് അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തേത് വമഹബ്ബത്തുൻ ഫി ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെയൊക്കെ മനസ്സിൽ, മുഅ്മിനീങ്ങളിൽ ആരൊക്കെ പെട്ടു? അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഇവരൊക്കെ മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നമ്മളോടൊരു സ്നേഹം അല്ലേ, ഇതൊരു മഹാഭാഗ്യമാണത്. ഡെയിലി ഒരു 10 ആയത്തുൽ കുർസി എത്ര നേരം വേണം മനസ്സറിഞ്ഞ് ഓതാനായിട്ട്? വളരെ കുറച്ച് നേരം മതി. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലൊരു സ്ഥാനം കിട്ടും. അഞ്ചാമത്തേത് യഖീൻ ബിലാ ശക്ക്. അള്ളാഹിൻ്റെ വിഷയത്തിലൊരു സംശയം ഉണ്ടാവില്ല മോനെ. അള്ളാഹിനെ നീ മനസ്സിലാക്കും. ഒരിക്കലും ഇത് പതിവാക്കുന്ന മനുഷ്യൻ യുക്തിവാദിയായി പോകില്ല. മനസ്സറിഞ്ഞ് ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആറാമത്തേത് ഖുറൂജുർ റൂഹി മഅ ഷഹാദ. ഷഹാദത്തും ചൊല്ലി ചിരിച്ചങ്ങ് മരിക്കും. മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചിരിച്ചുകൊണ്ടങ്ങ് മരിക്കാൻ പറ്റും. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ല, ഏറ്റവും മോശം മനുഷ്യൻ്റെ റൂഹ് എങ്ങനെ പിടിക്കണേ? ഒരു മുള്ള് വലിയ തുണി കുടുങ്ങിയതുപോലെ വലിച്ചു പറിച്ചെടുത്തുകൊണ്ട് പോകും അസ്റായിൽ. നല്ല മനുഷ്യൻ്റേത് ഒരു തോൽപാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നത് പോലെ സുഖമായിട്ട് പോകും. ആ സുഖമായി റൂഹ് പോകുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തേത് ഖബറിന് അല്ലാഹു വിശാലത കൊടുക്കും.
ഖബർ, ഇടുങ്ങിയ ഖബർ ഇങ്ങനെ പിടിച്ച് ഞെരുക്കുന്ന ഒരു ഖബറുണ്ടല്ലോ, ഭീകരത നിറഞ്ഞ ഖബർ, മുൻകർ നക്കീർ വരുന്ന ഖബർ. ആ ഖബറിൽ അള്ളാഹു വിശാലത നൽകും. 8-ാമത്തേത് കിതാബ് വലത് കയ്യിൽ തരും. ഭീതിജനകമായ അന്തരീക്ഷം. ദുനിയാവിന് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? 15 കോടി കിലോമീറ്ററോളം അപ്പുറയുള്ള സൂര്യനെ കൊണ്ടുവന്ന് തലക്ക് മുകളിൽ ഉദിപ്പിക്കുന്നൊരു ദിവസം എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ വലത് കയ്യിൽ കിതാബ് മേടിക്കുന്നവരായി ആയത്തുൽ കുർസി 10 അസറിന് ശേഷം പതിവാക്കുന്നവർക്ക് മഹാഭാഗ്യം ലഭിക്കും. 9-ാമത്തേത് സിറാത്ത് പാലത്തിന് മുകളിലൂടെ ഒരു പറവയെപ്പോലെ പറന്ന് നീങ്ങും. പതിയെ പതിയെ നടക്കുമെന്നല്ല, പറന്നു പോകും സ്വർഗത്തിലോട്ട്. ആയത്തുൽ കുർസിയുടെ ഫലം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 10-ാമത്തേത് യദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. ഹിസാബൊന്നുമില്ല, കണക്കൊന്നും ബോധിപ്പിക്കേണ്ടി വരില്ല അള്ളാഹിൻ്റെ മുമ്പിൽ. പക്ഷേ തെറ്റ് ചെയ്യണവൻ ഇങ്ങനെ ആയത്തുൽ കുർസി പതിവാക്കാനും പറ്റൂല. അങ്ങനെയുണ്ട് കേട്ടോ. തൗബയുടെ മനസ്സുള്ളവന്, അള്ളാഹിനെ മഹബത്ത് വെക്കുന്നവന്, അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് എനിക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യത്തിൽ വേണം ഈ 10 ഓതാനായിട്ട്. സുഗമമായി സ്വർഗീയ ലോകത്തേക്ക് അങ്ങ് നടന്നു പോകാം. അപ്പോൾ ഡെയിലി ഒരു 10 ആയത്തുൽ കുർസിയുടെ പണിയുള്ളൂ. മനസ്സറിഞ്ഞ് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, ആശയം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കിടക്കണില്ല. ആ ബോധ്യത്തിലൊരു 10 ആയത്തുൽ കുർസി ഡെയിലി അസറിന് ശേഷം ഒന്ന് പതിവാക്കി നോക്കിയേ. ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. അല്ലേ, കടം വീടും, മക്കളെ തരും, വേണ്ടത് എന്താണോ അതൊക്കെ റബ്ബുൽ ആലമീൻ തരും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് ആസ്വദിക്കാൻ തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.